നാരായണീയം ദശകം 1 മൂന്നാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലുന്നത്. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വം യത്തത്പരാഭ്യാം അപരികലനദോ നിർമ്മലം തേന താവത് ഭൂതേന്ദ്രിയസ്തേവ പുരുതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തസ്വച്ഛത്വാദിയതച്ഛാദിത പരസുഖ ചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഗുണങ്ങളാവുന്നു. അതായത് രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ചേർച്ചയില്ലാത്ത മൂലം യാതൊന്നോ അതിൽ പരിശുദ്ധമായിരിക്കുന്നത് ആ സത്വഗുണം കൊണ്ട് മാത്രം ഭവിച്ചതായ പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഉണ്ടായതാണ് അങ്ങയുടെ ശരീരം, അതായത് പരബ്രഹ്മമായ ഗുരുവായൂരപ്പൻ്റെ ശരീരം എന്ന് വ്യാസഭഗവാൻ തന്നെ ഒട്ടനവധി അവസരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നമ്മൾക്ക് കണ്ണിന് ഇമ്പം നൽകുന്നു. ആ ശരീരം സ്വച്ഛത ഹേതുവായിട്ട് ആച്ഛാദിക്കപ്പെടാതെ ആ പരമസുഖം നിറഞ്ഞ ചിത്തത്തിൽ പ്രതിബിംബിക്കുക എന്നതാണ് യാതൊന്നിനോ അത് ഹേതുവായി കാതിനും ബുദ്ധിക്കും മധുരമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ കേൾക്കാനും സ്മരിക്കാനും എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയുന്ന അങ്ങയുടെ ആ സ്വരൂപം ധന്യരായവർ എന്ന് വെച്ചാൽ ആ സ്വരൂപം നമ്മൾക്ക് കാണാൻ കണ്ട് അതിനെ കൺകുളർക്ക് തൊഴുവാൻ കഴിയുന്നവർ ഭാഗ്യന്മാരാണ് എന്നാണ്